കൈ കിട്ടുന്ന ഏത് സാധനവും അതിനകത്ത് എന്തെങ്കിലും വെറൈറ്റി തോന്നിയാൽ നമ്മൾ വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അതിനകത്ത് മുള വരികയോ ഒരു സ്പെഷ്യൽ സീഡായിട്ട് തോന്നുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതപ്പം തന്നെ നമ്മൾ മണ്ണിൽ കുഴിച്ചു വെക്കും. ചില കാര്യങ്ങൾ നല്ല സക്സസ് ആകും, ചിലത് ഫ്ലോപ്പ് ആകുകയും ചെയ്യും. ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ഒരു പ്രാവശ്യം വാങ്ങിച്ച മധുരക്കിഴങ്ങിൻ്റെ മുകൾ പോർഷനിൽ ചെറുതായിട്ട് കിളിച്ചു വന്നു. അപ്പോൾ പിന്നെ കളയണ്ടെന്നോർത്ത് ഞാൻ കൊണ്ടുപോയി നട്ടതാണ്. ഇപ്പം ഇത് നല്ല രീതിയിൽ കിളിച്ചു വന്നു, നല്ലപോലെ അത് വളർന്നു വന്നിട്ടുണ്ട്. അബദ്ധങ്ങൾ പറ്റുന്ന കഥയുമുണ്ട്. ഇതെന്താണെന്നറിയാമോ? നമ്മൾ പൊടിപ്പിക്കാനായിട്ട് വാങ്ങിച്ച വത്തൽ മുളക്, അതിൻ്റെ അരി കിടന്നത് എല്ലാം കൂടെ ഒന്നിച്ച് പോയി പാകിയതാണ്. ഇപ്പം ഇത് ഇങ്ങനെയായി എല്ലാം കൂട്ടം കൂടിപ്പോയി. ഇനി കുറച്ചുകൂടെ വളർന്നിട്ട് ഇതിൽ നിന്ന് ഏറ്റവും നല്ല തൈകൾ മാത്രം എടുത്ത് മാറ്റി നട്ടിട്ട് ബാക്കി കളയേണ്ട അവസ്ഥയാണ്. ഇന്ന് കുറച്ച് പോട്ടി മിക്സ് ഉണ്ടാക്കാനുള്ള പണിയിലാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ റിങ്ങിക്കിടക്കുന്ന കുറച്ച് ചാരം നമ്മൾ ഇതിനടിയിൽ നിന്ന് എടുക്കുകയാണ്. നമ്മുടെ ഇവിടെയുള്ള സാധനങ്ങളുള്ളപ്പോൾ പിന്നെ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നത്. ഇത് കത്തിക്കരിഞ്ഞ കുറച്ച് ചാരം, യെസ്, ഇത്രയും ചാരം എടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളോട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇന്നൊരു സാധനം കൈ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ അവക്കാഡോയുടെ സീഡാണ്. അപ്പോൾ ഇന്നൊന്ന് ഇത് നടാൻ പോവാം. അതിനുവേണ്ടി പോട്ടിംഗ് മിക്സ് റെഡിയാക്കുക. നമ്മളുടെ റിങ്ങിൽ നിന്ന് എടുത്ത ചാരം, ഇത് ചാരം നമ്മളുടെ ഇവിടുത്തെ കരികളെല്ലാം വാരി തൂത്തിടുന്നതാണ്, അത് കത്തിക്കുന്ന ചാരം. പിന്നെ ഇത് കുറച്ച് മണ്ണ്, പിന്നെ ഇതും നമ്മളുടെ ഇവിടുത്തെ സാധനം തന്നെ കോഴിക്കാഷ്ടം, നല്ല ഉണങ്ങിയ കോഴിക്കാഷ്ടമാണ്. ഇതാണ്ടേ, അതും കൂടി എടുത്തു. നമ്മളിങ്ങനെ ചാക്കിലിട്ട് ഉണങ്ങി വയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഇതൊരു നല്ല പോട്ടി മിക്സിൻ്റെ കണ്ടൻറ്റ് കൂടെയാണല്ലോ. യാതൊരു അറക്കപ്പൊടിയോ മരപ്പൊടിയോ ഒന്നും ഇടാത്ത സാധനമാണ്. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഷീറ്റ് വീഴുന്നെടുത്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് ഇങ്ങനെ ഉണങ്ങി വെക്കും. അപ്പോൾ അതാണിത്. അപ്പോൾ അതും കൂടെ ഇട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ആ 3 കണ്ടൻറ്റുമായി, ചാരമായി, മണ്ണായി, കോഴിക്കാഷ്ടമായി. അപ്പോൾ നല്ല ഡ്രൈഡാണ്, ഒട്ടും പുഴുവോ ഒന്നുമില്ല. ഈ എടുത്തിരിക്കുന്ന 3 സാധനങ്ങളും ഒരേ അളവിലാണ്, ഈക്വൽ ക്വാണ്ടിറ്റിയാണ് 3 എടുത്തിരിക്കുന്നത്. എല്ലാ വളമുണ്ട് ഇതിനകത്ത്. ചാരമുണ്ട്, കോഴിക്കാഷ്ടമുണ്ട്, പിന്നെന്താ, മണ്ണുമുണ്ട്. ഇനി ഞാനൊരു കൊച്ചു പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് 2 ഇഷ്ടികയുടെ ഈ ഹോൾ അടയ്ക്കാനായിട്ട് 1-2 പീസ് ഇവിടെ കിടന്നൊക്കെ എടുത്തിടാം. ഇതൊരു പീസ് ഒരുവിധം വലുതാണ്. ഇതടുത്ത് ഇടണം. ഒന്നുകൂടി ഇടാം ഇത്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഈ ഹോളുകളൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ്ഡായി. എന്നാൽ ഇതിനടിയിൽ കൂടെ വെള്ളം പോകുന്ന രീതിയിലുമായി. ഇനി നമ്മുടെ മിക്സ് ഇടാം. എല്ലാ റിച്ച് കണ്ടൻ്റ് ആയിട്ടുള്ള മിക്സാണ്. യെസ്, അങ്ങനെ ഇട്ടു. ഇനി ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അവക്കാഡോ സീഡ്. മുകളിൽ കുറച്ച് മണ്ണുകൂടെ, അത്യാവശ്യം അതിന് പൊങ്ങി വരാനും വലിയ ഫോഴ്സ് കൊടുക്കാതെ അതിൻ്റെ ഇലകൾക്ക് പൊങ്ങി വരാനുള്ള മാത്രം തിക്നെസ്സിൽ കുറച്ച് പോട്ടി മിക്സ് കൂടെ ഇവിടെ ഇട്ടു. ഇനി വെള്ളം ഒഴിക്കുക. അപ്പം ഇന്ന് ഒരു പരീക്ഷണം കൂടെ തുടക്കമിട്ടു. നോക്കാം ഇത് കിളിച്ചു വരുമോ എന്നുള്ളത്. എന്തൊക്കെ നട്ടാലും അതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്ക്, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണല്ലോ വെള്ളം. അങ്ങനെ വെള്ളവും കൂടെ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അവക്കാഡോ സീഡിൻ്റെ നടിയിൽ കഴിഞ്ഞു. ഇനി ഇത് ഉണ്ടായി വന്നാൽ മതി.